ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് ഭാഷയിലെ ഒരു പ്രത്യേക ഉപയോഗമാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ കാണുന്നത്. നമ്മുടെ മലയാളത്തിൽ നമ്മൾ പറയുകയാണ് ഞാൻ എഴുതുകയാണ്, ഞാൻ എഴുതുകയാണ്, അവൻ എഴുതുകയാണ്, അവർ എഴുതുകയാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഞാൻ എഴുതുകയാണ് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഐ ആം റൈറ്റിംഗ്. അവൻ എഴുതുകയാണ്, ഹി ഈസ് റൈറ്റിംഗ്. അവർ എഴുതുകയാണ്, ദേ ആർ റൈറ്റിംഗ്. ഇവ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇന്ന് കാണുന്നത് ഇംഗ്ലീഷിലെ പ്രത്യേക ഉപയോഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ ഇത് കാണുകയുണ്ടായി. അവൻ എഴുതുകയാണ് ഇംഗ്ലീഷില് ഹി ഈസ് റൈറ്റിംഗ് എന്ന് പറയും. എന്നാൽ 2 മണിക്കൂറായി അവൻ എഴുതുകയാണ്, 2 മണിക്കൂറായിട്ട് അവൻ എഴുതുകയാണ്. ഇത് ഇംഗ്ലീഷിൽ പറയുന്നത് മറ്റൊരു രീതിയിലാണ്. അതിനെയാണ് ഇംഗ്ലീഷില് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് വിളിക്കുന്നത്. വലിയ പേരാ. നേരത്തെ പറഞ്ഞതുപോലെ ഈ ടെൻസിന്റെ പേരൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഇതുണ്ടാക്കുന്നത് സബ്ജക്റ്റ് അതിന്റെ കൂടെ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ വയ്ക്കും. ഹാസ് ബീൻ എന്നുള്ളത് സിംഗുലറിന് വേണ്ടി, ഹാവ് ബീൻ എന്നുള്ളത് പ്ലൂറലിന് വേണ്ടി. ഹാവ് ബീൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ഉപയോഗം. അതിൻ്റെ കൂടെ ബേസ് ഫോം വയ്ക്കും. വെർബിന്റെ ബേസ് ഫോമിന്റെ കൂടെ ING എന്ന് കൂട്ടിച്ചേർക്കും. ING ഫോം എന്നതിനെ പറയും. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഹാസ്, ഹാവ് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പല രീതിയിൽ. ഇവിടെ പ്രത്യേകിച്ച് അർത്ഥമില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. അതുപോലെ ബീൻ എന്ന വാക്ക്, BEEN, ബീൻ എന്നുള്ള വാക്ക് ബി എന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ആ ഫോം ഇവിടെ ഉപയോഗിക്കും. ഇവയ്ക്കൊന്നും പ്രത്യേകിച്ച് അർത്ഥമില്ല എന്ന് കരുതുക. ഇത് ഒരുമിച്ച് വയ്ക്കുമ്പോൾ ഒരർത്ഥം കിട്ടും. നമ്മൾ ഇന്ന് സിംഗുലർ ആണ് കാണുന്നത്. സിംഗുലർ ഹി, ഷീ, രാജു, സീത. ഉദാഹരണമായിട്ട് ഹി ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours. ഹി ഹാസ് ബീൻ റൈറ്റിംഗ്, ഹാസ് ബീൻ റൈറ്റിംഗ് 3 വാക്കുകളുണ്ട്. 2 മണിക്കൂറായി അവൻ എഴുതുകയാണ്. ഇത് ഇംഗ്ലീഷിലൊരു പ്രത്യേകതയാണ്. മലയാളത്തിൽ നമുക്ക് ഇങ്ങനെ പ്രശ്നമില്ല. അവൻ എഴുതുകയാണ്, 2 മണിക്കൂറായി അവൻ എഴുതുകയാണ്. ഒരേ വാക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കാം. എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നും പറയാം. പക്ഷെ ഇംഗ്ലീഷില് അവൻ എഴുതുകയാണ്, ഹി ഈസ് റൈറ്റിംഗ്. 2 മണിക്കൂറായി അവൻ എഴുതുകയാണ്, ഹി ഈസ് റൈറ്റിംഗ് ഫോർ 2 hours. ഹി ഈസ് റൈറ്റിംഗ് ഫോർ 2 hours. ഇങ്ങനെ പറഞ്ഞാൽ തെറ്റാ. അങ്ങനെ പറയാൻ പാടില്ല. എങ്ങനെ പറയണം? ഹി ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours. ഫോർ 2 hours. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടു ഫോർ എന്നുള്ളതിന്റെ അർത്ഥം ഇവിടെ ആയിട്ട്, 2 മണിക്കൂറായിട്ട്, 5 ദിവസമായിട്ട്, അല്ല 5 ദിവസമായി എന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ലേ. ആ ആയി എന്നുള്ള വാക്കിന് ഇംഗ്ലീഷാണ് ഫോർ. ഫോർ എന്ന വാക്കിന് മറ്റർത്ഥങ്ങളും ഉണ്ട്. അത് പിന്നീട് കാണാം. ഇവിടെയും നോക്കാം. ഹി ഹാസ് ബീൻ റൈറ്റിംഗ് സിൻസ് 5. ഹി ഹാസ് ബീൻ റൈറ്റിംഗ് സിൻസ് 5. 5 മുതൽ അവൻ എഴുതുകയാണ്. മുതൽ എന്നുള്ള വാക്കിനാണ് ഇംഗ്ലീഷിൽ സിൻസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. സിൻസിന് ഓർക്കുക മറ്റർത്ഥങ്ങളൊക്കെ ഉണ്ട്, ഉപയോഗങ്ങളും ഉണ്ട്. അത് പിന്നീട് കാണാം. ഹി ഈസ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ശരിയാണ്, അവൻ എഴുതുകയാണ്. ഹി ഈസ് റൈറ്റിംഗ്, അവൻ എഴുതുകയാണ്. പക്ഷേ ഹി ഈസ് റൈറ്റിംഗ് സിൻസ് 5 എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അങ്ങനെ പറയാൻ പാടില്ല. ഇങ്ങനെ പറയണം, ഹി ഹാസ് ബീൻ റൈറ്റിംഗ് സിൻസ് 5. ഹി ഹാസ് ബീൻ റൈറ്റിംഗ് സിൻസ് 5. ഹി ഹാസ് ബീൻ റൈറ്റിംഗ് സിൻസ് 5. 5 മുതൽ അവൻ എഴുതുകയാണ്, അല്ലെങ്കിൽ 5 മുതൽ അവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയും പറയാം. ഓക്കെ, ഇത് ഇംഗ്ലീഷിലെ ഒരു പ്രത്യേകതയാണ്. ഇത് അധികം ഉപയോഗിക്കുന്നതല്ല. ഇതിനെ ചിലപ്പോഴൊക്കെ കാണും നമ്മൾ. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അർത്ഥം മനസ്സിലായ എളുപ്പം. നമുക്ക് ഈ വാചകങ്ങൾ നോക്കാം. ഹി, അവൻ, ഷീ, അവൾ, രാജു, സീത. ഏത് സിംഗുലർ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ ഹാസ് ബീൻ പറയും. പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ബീൻ ഉപയോഗിക്കണം. അർത്ഥം ഒന്ന് തന്നെയാ. ഒന്ന് സിംഗുലർ, മറ്റത് പ്ലൂറൽ. ഓക്കെ, നമുക്ക് നോക്കാം. ഹി ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours. ഹി ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours. ഹി ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours. 2 മണിക്കൂറായി അവൻ എഴുതുകയാണ്. ഹി ഈസ് റൈറ്റിംഗ് എന്ന് പറയാം, ശരിയാണ്. പക്ഷെ ഹി ഈസ് റൈറ്റിംഗ് ഫോർ 2 hours എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പാടില്ല. ഹി ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours എന്ന് തന്നെ പറയണം. ഓക്കെ, അതായത് ഒരു പ്രവൃത്തി കുറെ നേരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് ഈ രീതിയിൽ ഇംഗ്ലീഷിൽ പറയുന്നത്. അത് മനസ്സിലാക്കിയാൽ എളുപ്പമാണ്. He has been singing for 3 hours. He has been singing for 3 hours. 3 മണിക്കൂറായി
അവൻ പാടുകയാണ്, അല്ലെങ്കിൽ 3 മണിക്കൂറായി അവൻ പാടിക്കൊണ്ടിരിക്കുകയാണ്. he is singing, അവൻ പാടുകയാണ്, ശരിയാണ് ആ വാചകം. പക്ഷേ he is singing for 3 hours എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അങ്ങനെ പറയാൻ പാടില്ല. he has been singing for 3 hours. he has been singing for 20 minutes or he has been singing for 10 minutes. ഒരു നീണ്ട സമയം കാണിക്കുകയാണെങ്കിൽ നമ്മൾ ഈ രീതിയിൽ പറയാവൂ ഇംഗ്ലീഷിൽ. he has been living here for 20 years. he has been living here for 20 years. 20 വർഷമായി അവൻ ഇവിടെ താമസിക്കുകയാണ്, അല്ലെങ്കിൽ 20 വർഷമായി അവൻ ഇവിടെ താമസിച്ചു പോരുകയാണ്. he is living here എന്ന് പറയാം. he is living here, അവൻ ഇവിടെ താമസിക്കുകയാണ്, വാചകം ശരിയാ. പക്ഷേ he is living here for 20 years എന്ന് പറഞ്ഞാൽ തെറ്റാ. അങ്ങനെ പറയാൻ പാടില്ല ഇംഗ്ലീഷിൽ. എങ്ങനെ പറയണം? he has been living here for 20 years. okay, he has been waiting for 30 minutes. he has been waiting for 30 minutes. 30 മിനിറ്റായി അവൻ കാത്തിരിക്കുകയാണ്. is waiting അങ്ങനെ പറയാം, കാത്തിരിക്കുകയാണ്, ആ വാചകം ശരിയാണ്. പക്ഷേ he is waiting for 30 minutes എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അങ്ങനെ പറയാൻ പാടില്ല. he has been waiting for 30 minutes എന്ന് പറയാം. ആ വ്യത്യാസം മനസ്സിലാക്കി എളുപ്പം. ഇനി since മുതൽ അത് വെച്ചുള്ള വാചകങ്ങൾ നോക്കാം. he has been working since 2010. 2010 മുതൽ അവൻ ജോലി ചെയ്യുകയാണ്. ഇവിടെയും he is working എന്ന് പറയാം, അവൻ ജോലി ചെയ്യുകയാണ്. പക്ഷെ he is working since 2010 എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ എങ്ങനെ പറയണം? he has been working since 2010. okay, he has been cooking since 6. he has been cooking since 6. 6 മുതൽ അവൻ പാചകം ചെയ്യുകയാണ്. he is cooking എന്ന് പറയാം, അവൻ പാചകം ചെയ്യുകയാണ്, he is cooking, ആ വാചകം ശരിയാണ്. പക്ഷേ he is cooking since 6 എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അങ്ങനെ പറയാൻ പാടില്ല. he has been cooking since 6. ആ കുറെ നേരമായിട്ട് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ വാചകം കൊണ്ട് അർത്ഥമാക്കുക. ഇംഗ്ലീഷിന്റെ ഒരു പ്രത്യേകതയാണിത്. ഇത് മനസ്സിലാക്കിയാൽ എളുപ്പമാണ്. he has been crying since this morning. he has been crying since this morning. ഇന്ന് രാവിലെ മുതൽ അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇന്ന് രാവിലെ മുതൽ അവൻ കരയുകയാണ്. മലയാളത്തിൽ രണ്ടും പറയാം. അടുത്തത് നമുക്ക് രാജു നോക്കാം. ഏത് സിംഗുലർ വേണമെങ്കിലും ഇവിടെ ഉപയോഗിക്കാം. രാജു ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours. 2 മണിക്കൂറായി രാജു എഴുതുകയാണ്, അല്ലെങ്കിൽ 2 മണിക്കൂറായിട്ട് രാജു എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, രാജു ഹാസ് ബീൻ സിംഗിങ് ഫോർ 3 hours. 3 മണിക്കൂറായിട്ട് രാജു പാടുകയാണ്, അല്ലെങ്കിൽ 3 മണിക്കൂറായിട്ട് രാജു പാടിക്കൊണ്ടിരിക്കുകയാണ്. രാജു ഹാസ് ബീൻ ലിവിംഗ് ഹിയർ ഫോർ 20 years. 20 വർഷമായിട്ട് രാജു ഇവിടെ താമസിക്കുകയാണ്. രാജു ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ 30 minutes. 30 മിനിറ്റായി രാജു കാത്തിരിക്കുകയാണ്. രാജു ഹാസ് ബീൻ വർക്കിംഗ് സിൻസ് 2010. 2010 മുതൽ രാജു ജോലി ചെയ്യുകയാണ്. രാജു ഹാസ് ബീൻ കുക്കിംഗ് സിൻസ് 6. 6 മുതൽ രാജു പാചകം ചെയ്യുകയാണ്. രാജു ഹാസ് ബീൻ ക്രൈയിങ് സിൻസ് ദിസ് മോർണിംഗ്. ഇന്ന് രാവിലെ മുതൽ രാജു കരയുകയാണ്. രാജു ഹാസ് ബീൻ പ്രിപ്പയറിംഗ് സിൻസ് മെയ്. രാജു ഹാസ് ബീൻ പ്രിപ്പയറിംഗ് സിൻസ് മെയ്. മെയ് മുതൽ രാജു ഒരുങ്ങുകയാണ്. ഈ രീതിയിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇതിന്റെ അർത്ഥം മനസ്സിലായാൽ എളുപ്പമാണ്. ഇവിടെ നമ്മൾ സമയത്ത് സൂചിപ്പിക്കുന്ന വാക്കുകൾ 1 for, 2 since കണ്ടു. അതുപോലെ മറ്റു വാക്കുകളും നമുക്ക് ഉപയോഗിക്കാം. he has been working the whole week. he has been working the whole week. ആഴ്ച മുഴുവൻ അവൻ ജോലി ചെയ്യുകയാണ്. അല്ലെങ്കിൽ he has been studying the whole day. he has been studying the whole day. ദിവസം മുഴുവനും അവൻ പഠിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. he has been playing the whole evening. he has been playing the whole evening. വൈകുന്നേരം മുഴുവനും അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വാക്കുകൾ ഉപയോഗിക്കാം. എപ്പോഴും ഓർക്കുക, ഒരു പ്രവൃത്തി നേരത്തെ തുടങ്ങിയിട്ട് കുറെ നേരമായി തുടരുകയാണ്. അതാണ് ഈ വാചകം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇംഗ്ലീഷിലെ പ്രത്യേകതയാണിത്. മലയാളത്തിൽ നമുക്ക് 2 കാര്യങ്ങൾ ഒരേ രീതിയിൽ തന്നെ പറയാം, തെറ്റൊന്നുമില്ല. പക്ഷെ ഇംഗ്ലീഷിലെ വ്യത്യസ്ത രീതിയിൽ തന്നെ പറയണം. ഹി ഈസ് സിംഗിങ്, അവൻ പാടുകയാണ്. പക്ഷെ ഹി ഈസ് സിംഗിങ് ഫോർ 2 hours എന്ന് പറഞ്ഞാൽ തെറ്റാണ്, അങ്ങനെ പാടില്ല. ഹി ഹാസ് ബീൻ സിംഗിങ് ഫോർ 2 hours എന്ന് പറയണം. എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്യുക. അർത്ഥമുള്ള വാചകങ്ങളാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ വീഡിയോ കോളൊക്കെ നടത്തിയ ഒരാളായിട്ട് എളുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. 1/2 മണിക്കൂറെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്യണം, എന്നാലേ ഒഴുക്ക് കിട്ടുള്ളൂ നമ്മുടെ സംസാരത്തിൽ. ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റും. ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്. കുറച്ച് വെർബ്സ് എല്ലാ ദിവസവും പഠിക്കണം. ഈ 4 ഫോംസ്, അർത്ഥം, ഉച്ചാരണമൊക്കെ പഠിക്കണം. അതുപോലെ പുതിയ വാക്കുകളും പഠിക്കണം. ശരിയായ ഉച്ചാരണവും മനസ്സിലാക്കണം വാക്കുകളുടെ.
ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥമാണ് മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയില് 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമില് വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇന്ന് നമ്മൾ കാണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ 15ാമത്തെ ലിസ്റ്റ് ആണ്. വെർബുകളിലെ ഫോംസിലെ 4 ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കാരണം ഇവ ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെ ടെൻസുകളും മറ്റൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 ഫോം അറിയാതെ നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് കറക്റ്റായിട്ട് സംസാരിക്കാനോ എഴുതാനോ സാധിക്കില്ല. മറ്റൊന്നുള്ളത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഇംഗ്ലീഷില്. ഒരു വെർബ് ബി ഒഴിച്ച് നമ്മൾ നേരത്തെ കണ്ടു.
എന്നാലും അർത്ഥം വ്യത്യാസമുണ്ട്. മറ്റൊന്ന് പ്രസന്റ് ഫോമിന് പ്ലൂറലും ഉണ്ട് സിംഗുലറും ഉണ്ട്. സാധാരണ എസ് എന്ന് കൂട്ടിച്ചേർക്കുമ്പോഴാണ് സിംഗുലർ ആകുന്നത്. ലിസ്റ്റിൽ ആദ്യം കാണുക പ്രസന്റ് ഫോമിൽ ആദ്യം കാണുന്നത് പ്ലൂറലാണ്, രണ്ടാമത്തേതാണ് സിംഗുലർ. അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ 3 ഫോമേ പഠിക്കുള്ളൂ: പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. തുടങ്ങാം. ലൈ, ലേ, ലെയിൻ, സീ, സോ, സീൻ, സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ, steal, stole, stolen, wear, wore, worn, ride, rode, ridden. ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഇത് മൂന്ന് രീതിയിലാണ് അല്ലെ? പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും വെവ്വേറെ രീതിയിലാണ്. ഇനി അടുത്തുള്ള ഇനിയുള്ള വെർബ്സ് ഒക്കെ നമ്മൾ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ്. ഓക്കെ, നമുക്ക് കാണാം. afford, afforded, afforded, annoy, annoyed, annoyed, attach, attached, attached, alert, alerted, alerted, upload, uploaded, uploaded, attend, attended, attended, cow, cowed, cowed, cause, caused, caused, check, checked, checked, cuff, cuffed, cuffed, dare, dared, dared, depend, depended, depended, expand, expanded, expanded, fade, faded, faded, fetch, fetched, fetched, float, floated, floated, fix, fixed, fixed, guard, guarded, guarded, identify, identified, identified, interrupt, interrupted, interrupted, introduce, introduced, introduced, knit, knit, knit. അത് knitted, knitted എന്നും കൂടിയുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. multiply, multiplied, multiplied. ഈ വെർബുകളൊക്കെ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകൾ ലിസ്റ്റിൽ പെട്ടതാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ചിലതിലൊക്കെ സിംഗുലർ ആകുമ്പോൾ വെറുതെ എസ് ആയിരിക്കില്ല, സ്പെല്ലിങ്ങിലൊക്കെ ചിലപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ടാവും. അപ്പൊ എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് എഴുതാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളിലൊക്കെ ചിലപ്പോൾ അക്ഷരങ്ങൾ ഇരട്ടിച്ചിട്ടുണ്ടാവും, അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.